കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ രാജി ആശങ്കപ്പെടുത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ഇനി അവശേഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണെന്നും അംഗങ്ങളുടെ രാജി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അനിശ്ചിതത്വത്തിലേക്ക് ആക്കുമോ എന്ന ഭയം പൊതുജനങ്ങൾക്കിടയിൽ നിലനിർത്തുന്നതാണെന്നും പോളിറ്റ് ബ്യൂറോ. സിബി ചേരുകയാണ് വിവരങ്ങളുമായി. സിബി, വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ CPIMന്റെ പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് അവശേഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് പോലും വ്യക്തമാക്കാൻ ഇതുവരെ വ്യക്തമായിട്ടില്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. കേന്ദ്ര സർക്കാർ അതിൽ മറുപടിയും നൽകിയിട്ടില്ല. വലിയ തോതിൽ ഇത് ആശങ്ക ഉളവാക്കുന്നുണ്ട് ജനാധിപത്യ വിശ്വാസികളിൽ. തീർച്ചയായും മനു, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ ഒരു രാജി ഇതെന്താണെന്ന് കൃത്യമായി ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വളരെ വലിയ ദുരൂഹത ഇതിലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ അരുൺ ഗോയലിന്റെ രാജി. എന്തായാലും ഇതിൽ ആശങ്ക ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ രേഖയിൽ പറയുന്നത് ഇതിൽ പ്രത്യേകമായ ഈ ആശങ്കയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അരുൺ ഗോയലിന്റെ രാജി ഇത് അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം. പുതിയ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള പൂർണ്ണമായ അധികാരം സർക്കാരിനാണ്. അത് സുപ്രീംകോടതി വിധിയെ മറികടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രിയും കൂടാതെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പിന്നീട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന 3 അംഗ സംഘം പാലനുള്ളത്. സ്വാഭാവികമായും അതിൽ 3-2 ഭൂരിപക്ഷം BJP സർക്കാർ തന്നെയാണുള്ളത്. ആ ആശങ്ക ഈ ഒരു സാഹചര്യം ആശങ്കകൾ ഉയർത്തുന്നു. എന്തായാലും ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആശങ്കകൾ അകറ്റണമെന്നൊരു ആവശ്യമാണ് CPIM ഇപ്പോൾ പ്രസ്താവന വഴി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഏകദേശം ഒരു ദിവസത്തോളമായിട്ടും ഇപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയൽ, അതും 2027 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ കാരണം കേന്ദ്ര സർക്കാർ പറയുന്നില്ല. മാത്രമല്ല, അരുൺ ഗോയൽ രാജിവെച്ച ഉടനെ തന്നെ അതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അത് സ്വീകരിക്കുന്ന നിലപാടും കണ്ടു. അതെല്ലാം തന്നെയും ദുരൂഹത ഉയർത്തുന്നതാണ്. അത് തന്നെയാണ് ഈ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോയും ഈ ഒരു കാര്യം ഒരു പ്രസ്താവന ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. മനു, സിബി വിവരങ്ങൾ ദില്ലിയിൽ നിന്നാണ് നൽകിയത്.